ഹായ് ഓൾ, ഇന്ന് നമ്മൾ LCM HCF എന്ന ടോപ്പിക്കിലെ ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് LCM നോക്കാം. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ മൾട്ടിപ്പിൾ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 5 എടുത്തിട്ടുണ്ട്. 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 5, 10, 15, 20 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. നമുക്ക് ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ഇൻഫിനിറ്റ് ആയിട്ട് വരും. അതേപോലെ 6 എന്നുള്ള നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 6, 12, 18, 24 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ഇതിനകത്ത് ഞാൻ 5നും 6ൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ 30 ഒരു കോമൺ മൾട്ടിപ്പിളാണ്. അതേപോലെ തന്നെ പിന്നീട് നമുക്ക് കിട്ടുന്നത് 60 വേറൊരു മൾട്ടിപ്പിളാണ്. ഇതുപോലെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ കോമൺ മൾട്ടിപ്പിൾസ് എടുത്താൽ ഒരുപാട് നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് ആയിട്ട് കിട്ടും. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 5ൻ്റെയും 6ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറയുന്നത് 30 ആണ്. അപ്പം നമുക്കിതുപോലെ മൾട്ടിപ്പിൾസ് എഴുതി LCM ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ടെക്നിക്കലി പോസിബിൾ അല്ല. സോ നമ്മൾ അതുകൊണ്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് LCM ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിലൊരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. എന്ന് വെച്ചാൽ നമുക്ക് ആ നമ്പറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സാമ്പിളായിട്ട് ഞാനൊരു നമ്പർ 72 എടുത്തിട്ടുണ്ട്. 72നെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം. 72നെ നമുക്ക് 72 ഈസ് ഈക്വൽ ടു 9 × 8 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ അറിയാം. 9 എന്നുള്ളത് 3യുടെ സ്ക്വയർ ആണ്. സോ നമുക്ക് 3 സ്ക്വയർ ഇൻറ്റു 8 എന്നുള്ളത് 2 എന്നുള്ള പ്രൈം നമ്പറിൻ്റെ പവേഴ്സ് ആയിട്ട് എഴുതാം. 2 ക്യൂബ് എന്ന് എഴുതാം. സോ നമുക്ക് 72നെ നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്ന് എക്സ്പ്രസ് ചെയ്യാം. അതേപോലെ 108 അതിനെയും ഇതേപോലെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവും. 108നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 54 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 27 എന്ന് കിട്ടും. വീണ്ടും നമുക്കിവിടെ 27 എന്നുള്ളത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 9 എന്ന് കിട്ടും. എഗെയിൻ 3 ആൻഡ് 3. സോ നമുക്ക് ഇവിടെ നിന്ന് 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്ന് എക്സ്പ്രസ് ചെയ്യാം. ഈ രീതിയിലും നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ നമുക്ക് 108നെ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്. അതുപോലെ 2100നെ നമ്മൾ ഇതേപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് LCM ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുക. 2 ഇതിനകത്ത് ഈ 3 നമ്പേഴ്സിനും കോമൺ ആണ്. കോമൺ ഉള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് എക്സ്പോണൻറ്റ് കൺസിഡർ ചെയ്യുക. അതായത് ഇവിടെ 2 ക്യൂബ് ആണ് ഹയസ്റ്റ് എക്സ്പോണൻറ്റ്. സോ നമുക്ക് 2 ക്യൂബ് എടുക്കാം. അതേപോലെ തന്നെ 3 ഈ 3 നമ്പേഴ്സിലും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ 3യുടെ ഹയസ്റ്റ് എക്സ്പോണൻറ്റ് വരുന്നത് 3 ക്യൂബാണ്. സോ 3 ക്യൂബ്. ഇനി നമ്മൾ LCM ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കേസിൽ കോമൺ അല്ലെങ്കിലും ആ നമ്പേഴ്സ് എടുക്കണം. അപ്പോൾ 5 സ്ക്വയർ ഇതിൽ ഒന്നിൽ മാത്രമേ ഉള്ളൂ. സോ അത് 5 സ്ക്വയർ. അതേപോലെ 7 വേറെ ഒന്നിലും ഇല്ല, പക്ഷേ ഒരെണ്ണത്തിലുണ്ട്. സോ നമുക്ക് ആ 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ LCM എന്ന് പറയുന്നത് 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 7. ഇതായിരിക്കും ഈ നമ്പറിൻ്റെ LCM. അപ്പോൾ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ LCM ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു മെത്തേഡ് നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്നൊരു ഡിവിഷൻ മെത്തേഡാണ്. ഇവിടെ 3 നമ്പേഴ്സ് 4, 15, 20യുടെ LCM ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 3 നമ്പേഴ്സിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4, 15, 20ക്ക് 3നും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ല. പക്ഷേ 4നും 20ക്കും കോമൺ ആയിട്ട് നമുക്ക് 2 ഉണ്ട്. സോ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. എഗെയിൻ 2നും 10നും നമുക്ക് കോമൺ ആയിട്ട് 2 ആണ് വരുന്നത്. സോ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് 2നെ ഡിവൈഡ് ചെയ്താൽ 1, 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 15, 5. എഗെയിൻ നൗ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 15നെ 5, 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എഗെയിൻ 5. എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1, 1, 1 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2 × 3 × 5 or 2 square into 3 into 5 which is equal to 60. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 4നും 20ക്കും കോമൺ ആയിട്ട് 2 തന്നെ എടുക്കണമെന്നില്ല. 4നും 20ക്കും കോമൺ ആയിട്ട് നമുക്ക് 4 ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി 4 വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പിൻ്റെ നമ്പർ മിനിമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. സോ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എനിക്ക് HCF ഓഫ് 12ഉം 18ഉം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഞാൻ 12ൻ്റെ ഫാക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12നെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. സോ ഇതെല്ലാം നമ്മുടെ 12ൻ്റെ ഫാക്ടേഴ്സ് ആണ്. 1, 2, 3, 4, 6 and 12. സോ ഇതുപോലെ നമുക്ക് 18ൻ്റെ ഫാക്ടേഴ്സ് ആണ് 1, 2, 3, 6, 9,
ആൻഡ് 18. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് 1 ഒരു കോമൺ ഫാക്ടറാണ്, 2 വേറൊരു കോമൺ ഫാക്ടറാണ്, 3 ഒരു കോമൺ ഫാക്ടറാണ്, 6ഉം ഇവിടെ ഒരു കോമൺ ഫാക്ടറാണ്. സോ നമുക്ക് മൾട്ടിപ്പിൾസ് നമുക്കറിയാം ഇൻഫിനിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരും, പക്ഷേ ഫാക്ടേഴ്സ് എപ്പോഴും ഒരു ഫൈനൈറ്റ് നമ്പേഴ്സേ വരുള്ളൂ. ആ ഫാക്ടേഴ്സിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഹയസ്റ്റ് വരുന്ന ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ ഹയസ്റ്റ് വരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 6 ആണ്. സോ HCF ഓഫ് 12 ആൻഡ് 18 എന്ന് പറയുന്നത് 6 ആണ്. നേരത്തെ പോലെ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോം ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് HCF ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കിവിടെ 36 എന്നുള്ള നമ്പർ ഉണ്ട്. ഈ 36 എന്നുള്ള നമ്പറിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്നത് 2² ഇൻറ്റു 3² ആണ്. അതുപോലെ 64നെ ഞാൻ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അത് 2�6 ആണ്. ഇനി ഇതിൻ്റെ നമുക്ക് HCF പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ നിന്ന് HCF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോമൺ ആണോ ആ ഫാക്ടർ എന്ന് ചെക്ക് ചെയ്യുക. കോമൺ ആണെങ്കിൽ, അതായത് 2 ഈ രണ്ടെണ്ണത്തിലും കോമൺ ആണ്, അതിനകത്തെ ലോവസ്റ്റ് എക്സ്പോണൻ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ 2² ആണ് നമുക്ക് ഇവിടെ HCF ആയിട്ട് വരിക. 3 കോമൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ HCFിൻ്റെ കേസിൽ പ്രൈം ഫാക്ടറൈസ്ഡ് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ലോവസ്റ്റ് എക്സ്പോണൻ്റ് എത്രയാണോ അത് മാത്രം എഴുതാം. അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. സപ്പോസ് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോം ഇങ്ങനെയാണ്, 2² ഇൻറ്റു 3 ഇൻറ്റു 5. വേറൊരു നമ്പറിൻ്റെത് 2 ഇൻറ്റു 3² ഇൻറ്റു 7. ഇതിൻ്റെ രണ്ടിൻ്റെയും HCF ആണ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 2 രണ്ടിലും കോമൺ ആണ്, കോമൺ ആണെങ്കിൽ അതിൻ്റെ ലോവസ്റ്റ്. സോ ഇവിടെ നിന്ന് നമ്മൾ 2 എടുക്കും. 3 രണ്ടിലും കോമൺ ആണ്, കോമൺ ആണെങ്കിൽ അതിൻ്റെ ലോവസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. സോ 2 ഇൻറ്റു 3 6 ആയിരിക്കും ഈ ഒരു നമ്പറിൻ്റെ HCF. 5ഉം 7ഉം കോമൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ HCF പ്രൈം ഫാക്ടറൈസ്ഡ് ഫോമിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നോർമൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 36, 64 നമുക്ക് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. 18 എഗെയിൻ 64നെ 32 എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 9, 16. 9ഉം 16ഉം ഇനി കോമൺ ആയിട്ടൊരു ഫാക്ടർ ഇല്ല. സോ നമുക്ക് ഇവിടെ വെച്ച് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. സോ നമുക്ക് വരുന്നത് 2 ഇൻറ്റു 2, 2² 4 ആയിരിക്കും HCF. ഈ ഒരു മെത്തേഡിലും നമുക്ക് HCF ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് HCFും LCMും ഡെസിമൽസിൻ്റെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. സോ ഡെസിമൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ പ്ലേസസ് എത്ര എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ 1.2 എന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പറാണുള്ളത്. 0.36 എന്ന് പറയുമ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പർ വരുന്നുണ്ട്. 0.06 എന്ന് പറയുമ്പോൾ 2 നമ്പർ. അപ്പോൾ എത്രയാണോ മാക്സിമം വരുന്നത് എല്ലാ ഡെസിമൽ പ്ലേസസിനെയും നമ്മൾ ഈക്വൽ നമ്പേഴ്സ് ഉള്ള ഡെസിമൽ പ്ലേസസ് ആക്കി മാറ്റുക. അതായത് 1.2നെ നമുക്ക് 1.20 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ 2 ഡെസിമൽ പ്ലേസസ് ആയി. അതുപോലെ ബാക്കിയെല്ലാം 0.36, 0.06. ഇനി നമുക്ക് ഇപ്പോൾ ഡെസിമൽ പ്ലേസസ് 2 ആണെങ്കിൽ ആ ഡെസിമൽ പ്ലേസസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ നോർമൽ മെത്തേഡിൽ LCMോ HCFോ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് 120യുടെയും 36ൻ്റെയും 6ൻ്റെയും LCMോ HCFോ, ഇവിടെ LCM ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, LCM ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾ 120, 36, 6ൻ്റെ LCM ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 എന്ന് കിട്ടും. ഓൾറെഡി 2 ഡെസിമൽ പ്ലേസസ് മാറ്റിയിട്ടാണ് നമ്മൾ LCM ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ നമ്മൾ ആ ഡെസിമൽ പ്ലേസസ് എഗെയിൻ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുക. 360നകത്ത് 2 നമ്പേഴ്സ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.60 ആണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ഡെസിമൽ പ്ലേസസ് ഈക്വൽ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഡെസിമൽ റിമൂവ് ചെയ്യുക, എന്നിട്ട് LCM ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ HCF ഫൈൻഡ് ഔട്ട് ചെയ്യുക നോർമൽ മെത്തേഡിൽ. അതിനുശേഷം നമ്മൾ എത്ര പ്ലേസസ് ആണോ ഡെസിമൽ റിമൂവ് ചെയ്തത് അത്രയും തന്നെ ഡെസിമൽ പ്ലേസസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെസിമലിൻ്റെ LCM ഓർ HCF നമുക്ക് വേണമെങ്കിൽ ഫ്രാക്ഷൻ മെത്തേഡിലും കാണാം. ഇനി നമുക്ക് LCMും HCFും ഫ്രാക്ഷൻസിൻ്റെ കേസിൽ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. LCM ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ LCM എടുക്കുക ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. അതേപോലെ തന്നെയാണ് തിരിച്ച് HCF ഓഫ് ഫ്രാക്ഷൻ ആണെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് എന്താണോ കാണേണ്ടത് ഫ്രാക്ഷൻസിൻ്റെ LCM ആണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ LCM, താഴെ അപ്പോൾ HCF ആയിരിക്കും. HCF ആണ് കാണേണ്ടതെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ HCF, താഴെ അപ്പം LCM ആയിരിക്കും വരുന്നത്. ഇവിടെ എനിക്ക് LCMും 25/6ൻ്റെയും 15/4ൻ്റെയും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. LCM കാണാൻ നമുക്കറിയാം LCM ഓഫ് ന്യൂമറേറ്റർ, അതായത് ന്യൂമറേറ്ററിൽ 25ഉം 15ഉം ആണ്. അപ്പോൾ 25ൻ്റെയും 15ൻ്റെയും LCM കാണാം.
ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്ററിൽ 6ഉം 4ഉം ആണ്, 6ൻ്റെയും 4ൻ്റെയും. സോ LCM ഓഫ് 25 and 15 എന്ന് പറയുന്നത് 75 ആണ്. HCF ഓഫ് 6 and 4 എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് കിട്ടുന്നത് LCM ഓഫ് 25/6ഉം 15/4 എന്ന് പറയുന്നത് 75/2 ആയിരിക്കും. അതേ നമ്പറിൻ്റെ നമ്മൾ HCF കാണുകയാണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ HCF, അതായത് HCF ഓഫ് 25ഉം 15ഉം എടുക്കുക. അതേപോലെ ഡിനോമിനേറ്ററിൻ്റെ LCM, അതായത് 6ൻ്റെയും 4ൻ്റെയും LCM ഫൈൻഡ് ഔട്ട് ചെയ്യുക. 25ൻ്റെയും 15ൻ്റെയും HCF എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. അതേപോലെ 6ൻ്റെയും 4ൻ്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 12 ആണ്. സോ നമുക്ക് കിട്ടുന്ന HCF ഓഫ് 25/6 and 15/4 is 5/12. HCF LCM വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF. അപ്പം നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ HCFും LCMും അറിയാമെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. നമുക്കത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് നമ്പേഴ്സിൻ്റെ HCF 5 ആണെന്നും LCM 495 ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഒരു നമ്പർ 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു നമ്പറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്കറിയാവുന്നതാണ് LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. LCM ഇവിടെ 495 ആണ്, HCF ഇവിടെ 5 ആണ്. സോ 495 ഇൻറ്റു 5 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഒരു നമ്പർ തന്നിട്ടുണ്ട് 45, മറ്റേ നമ്പർ നമ്മൾ X എന്ന് എടുക്കുകയാണെങ്കിൽ 45 ഇൻറ്റു X എന്ന് എഴുതാം. സോ X ഇസ് ഈക്വൽ ടു 495 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 45 ആണ്. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 11 ഇൻറ്റു 5 എക്സിൻ്റെ വാല്യൂ 55 എന്ന് കിട്ടും. സോ മറ്റേ നമ്പറിൻ്റെ വാല്യൂ 55 ആണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു പ്രോപ്പർട്ടിയാണ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF. ഇതെല്ലാം HCF LCMനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.